മലയാളത്തിന്റെ ബാഹുബലി അങ്ങനെ വീണ്ടും നമ്മുടെ തിയേറ്ററുകളിലേക്ക് ഇന്നു മുതൽ പ്രദർശനത്തിനായിട്ട് എത്തിയിരിക്കുകയാണല്ലോ. മമ്മൂട്ടി നായകനാക്കി ഹരിഹരൻ സംവിധാനം ചെയ്ത ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ MT തിരക്കഥ രചിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു വടക്കൻ വീരഗാഥ ഇന്ന് 4K റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ അറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലായിരിക്കുമല്ലോ. മമ്മൂട്ടി, മാധവി, സുരേഷ് ഗോപി തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള എസ്റ്റിമേറ്റ്, വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മലയാളത്തിന്റെ ചരിത്ര ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ 4K റീമാസ്റ്റർ സിനിമയ്ക്ക് വളരെ മികച്ച അഭിപ്രായങ്ങളാണല്ലോ സിനിമയുടെ ഏറ്റവും പുതിയ ടെക്നിക്കൽ മികവിന് ലഭ്യമായത്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ സിനിമയ്ക്ക് കേരളത്തിൽ ട്രാക്കേഴ്സ് ഒന്നും തന്നെ ട്രാക്ക് ചെയ്യാനായിട്ട് പതിവ് മമ്മൂട്ടിയുടെ റിലീസ് സിനിമകൾ പോലെ ഇല്ല എന്നതാണ് പ്രത്യേകം പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. പക്ഷെ മറ്റ് മമ്മൂട്ടി റിലീസ് സിനിമകളേക്കാൾ ഭേദപ്പെട്ട ബോക്സ് ഓഫീസ് പ്രകടനമാണ് സിനിമ നടത്തുന്നത്. ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുകയാണെങ്കിൽ 24 മണിക്കൂർ ടിക്കറ്റ് വിൽപ്പനയൊന്നും തന്നെ കാണിക്കുന്നില്ല എങ്കിൽ പോലും ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് ചില തിയേറ്ററുകളിലെങ്കിലും സിനിമ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രതീക്ഷ 10 ലക്ഷത്തോളം രൂപ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുണ്ടാകാം എന്നാണ്. മറ്റ് മമ്മൂട്ടി സിനിമകളുടെ റിലീസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് വേറെ ലെവൽ കളക്ഷൻ എന്ന് പറയാം. എന്നാൽ ഇനിയും ഈ ഒരു പിന്തുണ എല്ലാ സിനിമയ്ക്ക് വേണ്ടത് എന്നാണ് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം. നല്ല രീതിയിലുള്ള 4K മികവോടെയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമ മലയാളത്തിലൊരു ക്ലാസിക് സിനിമ തന്നെയാണല്ലോ. അപ്പോൾ മമ്മൂട്ടിയുടെ ആരാധകർ ഉൾപ്പെടെയുള്ള പുതിയ ജനറേഷൻ പിള്ളേരെല്ലാം തന്നെ ഒന്നുകൂടി കച്ചുകെട്ടി ഇറങ്ങിയാൽ കുറച്ചുകൂടി നല്ലൊരു കളക്ഷൻ വരാം എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അത്യാവശ്യം നല്ല ബഡ്ജറ്റുള്ള സിനിമയ്ക്ക് ആദ്യ ദിവസം വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് 15 ലക്ഷത്തോളം രൂപയാണ്. എന്തായാലും കൃത്യമായ കളക്ഷൻ വരികയാണെങ്കിൽ അതറിയാനായിട്ട് കാത്തിരിക്കൂ. ഒരു വടക്കൻ വീരഗാഥ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.